ക്രിമിനൽ ഗൂഢാലോചനയാണ്. മഞ്ജു പറഞ്ഞെടുത്താണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ഡിസംബർ 8 കഴിഞ്ഞ 8 വർഷത്തെ പോരാട്ടം, സർവൈവിംഗ്, ജീവിതത്തിലേക്കുള്ള വീണ്ടെടുപ്പ് എല്ലാം അവൾക്ക് നിസ്സാരമായിരുന്നില്ല. ഒരു ജനതയും സർക്കാരും അവളോടൊപ്പം ഇപ്പോഴും എപ്പോഴും നിൽക്കുന്നു. തെളിവുകളുടെ അഭാവത്തിൽ 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും പ്രബുദ്ധ കേരളത്തിന് ഗൂഢാലോചനയുടെ കാര്യത്തിൽ അവ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിൻ്റെ പിടിയിൽപ്പെടും. അതായത് നിയമത്തിൻ്റെ കരങ്ങളിൽ കുറ്റവാളികൾ പെടുക തന്നെ ചെയ്യും. വിധി വരുന്ന കേസിൽ സർക്കാർ എത്രമാത്രം കാര്യക്ഷമമായും ജാഗ്രതയോടെയുമാണ് ഇടപെട്ടത് എന്നതിന് ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയുണ്ട്. രാജ്യത്തിന്റെ കുറ്റകൃത്യ ചരിത്രത്തിൽ തന്നെ അസാധാരണവും കേട്ടുകേൾവിയുമില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് നടന്നത്. 2017 ഫെബ്രുവരി 17 വൈകിട്ട് 7:15 സംഭവം നടന്നത്. സിനിമയുടെ ഡബ്ബിംഗ് ജോലിക്കായി കൊച്ചി നഗരത്തിലെത്തിയ നടിയെ വാഹനമോടിച്ച ഡ്രൈവറുടെ സഹായത്തോടെ മറ്റു പ്രതികൾ തട്ടിക്കൊണ്ടുപോയി. വാഹനത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തി. വിവരം അറിഞ്ഞ ഉടൻ സർക്കാരും കുറ്റാന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ പോലീസ് ഐജിയുടെ നേതൃത്വത്തിൽ രാത്രിയോടെ അന്വേഷണം ആരംഭിച്ചു. 2ാം പ്രതിയെ അന്ന് രാത്രി തന്നെ കരുതൽ തടങ്കലിലാക്കി. ആലുവ SHO ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി. അടുത്ത ദിവസം ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ SIT രൂപീകരിച്ചു. IG ദിനേന്ദ്ര കശ്യപ് IPS ഉൾപ്പെട്ട 6 അംഗ SIT ആണ് കേസന്വേഷണം നടത്തിയത്. പിന്നീട് DYSP ബാബുകുമാർ അന്വേഷണം ഏറ്റെടുത്തു. കളമശ്ശേരി മജിസ്ട്രേറ്റ് ഇരയുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതി മാർട്ടിന്റെ അറസ്റ്റ് നടന്നു. 17 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി SIT വിപുലീകരിച്ചു. 5ാം പ്രതി സലീം, 6ാം പ്രതി പ്രദീപ് എന്നിവരെ കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടി. ഫെബ്രുവരി 20 3ാം പ്രതി മണികണ്ഠനെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഫെബ്രുവരി 23 മുഖ്യപ്രതിയായ പൾസർ സുനി, ബിജീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. 3 ദിവസത്തിനകം 7ാം പ്രതി ചാർലി തോമസ് അറസ്റ്റിലായി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും ആദ്യത്തെ 10 ദിവസത്തിനകം തന്നെ പിടിയിലാക്കി. സംഭവം നടന്ന കൃത്യം 60 ദിവസം നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത എല്ലാ പ്രതികൾക്കുമെതിരായ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നാലെ CI ബൈജു പൗലൂസ് കേസന്വേഷണം ഏറ്റെടുത്തു. ജയിലിൽ നിന്ന് 8ാം പ്രതിയുടെ സുഹൃത്തിനെ 1ാം പ്രതി പണം ആവശ്യപ്പെട്ട് ഫോണിലൂടെയും എഴുത്തുവഴിയും ബന്ധപ്പെട്ടതാണ് കേസന്വേഷണത്തിന് വഴിത്തിരിവായത്. മേസ്ത്രി സനിൽ, വിഷ്ണു, ബിപിൻലാൽ എന്നിവർ അറസ്റ്റിലായി. ഇവർ നൽകിയ മൊഴി പ്രകാരം 8ാം പ്രതി ദിലീപ് അറസ്റ്റിലായി. 2018 ദൃശ്യം പകർത്തിയ മെമ്മറി കാർഡിന്റെ ക്ലോൺ ചെയ്ത പകർപ്പ് ആവശ്യപ്പെട്ട് 8ാം പ്രതി ദിലീപ് വിചാരണ കോടതിയിൽ CMP ഫയൽ ചെയ്തു. ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് പ്രതിക്ക് ലഭിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സുപ്രീം കോടതിയിലെ മുഗൾ റോത്തഗി അടക്കം രംഗത്തിറങ്ങിയിട്ടും നടന്നില്ല. മെമ്മറി കാർഡ് എന്നത് കേവലം ഒരു രേഖ അല്ലെന്നും അത് കുറ്റകൃത്യത്തിന്റെ ഉൽപ്പന്നമായ തൊണ്ടി മുതലാണെന്നും സർക്കാർ വാദിച്ചു. ദൃശ്യങ്ങളുടെ പകർപ്പ് പ്രതിക്ക് നൽകുന്നത് അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കുന്നതിന് തുല്യമാണെന്നും അത് പുറത്തുപോകാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തി. സർക്കാർ ശക്തമായി എതിർത്തതിനാൽ ജില്ലാ സെഷൻസ് കോടതി ഹർജി തള്ളി. വീണ്ടും അന്വേഷണം വേണ്ടിവരുമെന്ന് ഉറപ്പുള്ളതിനാൽ SITയെ സർക്കാർ നിലനിർത്തി. ക്ലോൺ ചെയ്ത പകർപ്പിനായുള്ള ദിലീപിന്റെ ക്രിമിനൽ മിസേലിയൻസ് കംപ്ലൈന്റ് ഹൈക്കോടതി തള്ളി. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പ്രതി SLP ഫയൽ ചെയ്തു. യാതൊരു കാരണവശാലും പ്രതിയുടെ കയ്യിൽ ദൃശ്യമെത്താൻ പാടില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ സർക്കാർ എല്ലാ സംവിധാനവും ഒരുക്കി അതിജീവിതയ്ക്കൊപ്പം നിന്നു. വിചാരണയ്ക്ക് വേണ്ടി വനിതാ ജഡ്ജിയെ ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി സർക്കാർ അനുഭാവപൂർവ്വം കക്ഷി ചേർന്നു. വനിതാ ജഡ്ജിയെ അനുവദിച്ചു. 21/3/2019 ആദ്യ വിചാരണ ആരംഭിച്ചു. എന്നാൽ മെയ് മാസം സുപ്രീം കോടതി വിചാരണ സ്റ്റേ ചെയ്തു. 29/11/2019 ദൃശ്യങ്ങൾ കോടതിയിൽ മാത്രം പരിശോധിക്കാമെന്ന കണ്ടീഷനിൽ വിചാരണ പുനരാരംഭിച്ചു. 8ാം പ്രതിയുടെ ഡിസ്ചാർജ് പെറ്റീഷൻ കോടതി തള്ളി. വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതിയും തള്ളി. 30/1/2020 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1ന്റെ വിസ്താരം ആരംഭിച്ചു. COVID-19 കാരണം വിചാരണ മുടങ്ങി. 121ാം സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബെക്കൽ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. കോടതി മുറിയിലെ സംഭവത്തിനിടയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇറങ്ങിപ്പോയി. കോടതി നടപടിയിലെ ചില അസ്വീകാര്യത ചൂണ്ടിക്കാട്ടി സംസ്ഥാനവും അതിജീവിതയും ട്രാൻസ്ഫർ പെറ്റീഷനുകൾ ഫയൽ ചെയ്തു. വീണ്ടും വിചാരണ മാറ്റിവെച്ചു. ഹൈക്കോടതി ട്രാൻസ്ഫർ പെറ്റീഷനുകൾ തള്ളി. പിന്നാലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷൻ രാജിവെച്ചു. 135ാം സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ PG പോലീസ് സ്റ്റേഷനിൽ വീണ്ടും FIR ഇട്ടു. നടന്ന സംഭവത്തിന്റെ തെളിവായി 833 സീരീസുകളിലായി സബ് മാർക്കിംഗ് അടക്കം 1427 പ്രോസിക്യൂഷൻ എക്സ്ബിറ്റുകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കി.
കൂടാതെ 142 തൊണ്ടിമുതലുകൾ, 68 കോടതി രേഖകൾ എന്നിവ ഹാജരാക്കി. 221 രേഖകൾ പ്രതിഭാഗവും ഹാജരാക്കി. പ്രധാന പീഡനം കൂടാതെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയതിന് 2 വ്യത്യസ്ത എഫ്ഐആറുകളും, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന വധഗൂഢാലോചനയിൽ 1 എഫ്ഐആറും അടക്കം 4 എഫ്ഐആറുകൾ സർക്കാർ കക്ഷിയായി എടുത്തു. 2 ADGPമാർ, 2 IG മാർ, 2 DIGമാർ, 3ഓളം SP മാർ, 1/2 ഡസനിലധികം DYSPമാർ, നിരവധി സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പോലീസുകാർ കേസന്വേഷണത്തിന്റെ ഭാഗവാക്കായി. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന ആക്ഷേപമടക്കം സംഭവ ബഹുലമായ അന്വേഷണമാണ് നടന്നത്. തെളിവുകൾ അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപമുണ്ടായപ്പോൾ തെളിവായി പുതിയ സാക്ഷികളെ അണിനിരത്തി സർക്കാർ പൊരുതി. ബാലചന്ദ്രകുമാർ എന്ന സംവിധായകന്റെ മൊഴി നിർണായകമായി. 1-ാം പ്രതിയായ പൾസർ സുനിയുടെ DNA അതിജീവിതയായ യുവതി പ്രസ്തുത ദിവസം ധരിച്ച വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്തു. ഇരയായ നടിക്ക് നീതി ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തു എന്ന ഉറപ്പ് ജനങ്ങൾക്ക് എന്നും എപ്പോഴുമുണ്ട്.